അപ്പോൾ ഒരുമിച്ച് കുറേ ചപ്പാത്തികൾ ഉണ്ടാക്കുന്ന ആ ഒരു ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ആരെങ്കിലുമൊക്കെ അത് കണ്ട് ചപ്പാത്തി പരത്താൻ നോക്കിയാലോ, അപ്പോൾ പാളിപ്പോകാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഷോർട്സിൽ അത് പറയാനുള്ള ടൈമില്ലാത്തതുകൊണ്ടാണ് ഈ വീഡിയോയും കൂടി ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഒരുമിച്ച് വെച്ച് ചപ്പാത്തി പരത്തുന്ന സമയത്ത് നമ്മളിവിടെ പരത്തുമ്പോൾ യൂസ് ചെയ്യുന്ന പൊടി എന്ന് പറയുന്നത് അരിപ്പൊടിയാണ്, ഗോതമ്പ് പൊടിയല്ല. അപ്പോൾ അരിപ്പൊടി യൂസ് ചെയ്യുക. ഞാൻ കണ്ട വീഡിയോയിലും അരിപ്പൊടി തന്നെയായിരുന്നു യൂസ് ചെയ്യുന്നത്. ഗോതമ്പ് പൊടി യൂസ് ചെയ്താൽ തമ്മിൽ പറ്റിപ്പിടിക്കുകയായിരിക്കും. പിന്നെ എന്താണെന്ന് പറയുന്നത്, നമ്മൾ പരത്താൻ വേണ്ടി എടുക്കുന്ന ബോൾസ് എല്ലാം ഒരേ സൈസിലാവാൻ ശ്രമിക്കുക. എന്നാലേ നമുക്ക് ഒരേ സൈസിലുള്ള ചപ്പാത്തികൾ കിട്ടും. പിന്നെ നമ്മൾ മുകളിലും താഴെയും തിരിച്ചും മറിച്ചിട്ട് എന്ത് ചെയ്യുക, പരത്തി നോക്കുക. അല്ലെങ്കിൽ അടിയിലുള്ളത് ചെറുതും മുകളിലുള്ളത് വലുതായിട്ട് വരും. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചൊന്ന് പരത്തിയാൽ നമുക്ക് ശരിക്കും ഒരുമിച്ച് കുറേ ചപ്പാത്തികൾ പരത്താൻ പറ്റും. അപ്പം ഞാനിത് ആദ്യമായിട്ട് പരത്തുന്ന വീഡിയോ ആണ് ഈ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ച് അപാകതകളൊക്കെ ഉണ്ട്. എന്നാൽ നമുക്ക് അടുത്ത ട്രൈ ബെസ്റ്റ് ആക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.